ചങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 100ക്ക് 100ആണ്. ഈ വീഡിയോ കൂടെ കണ്ടമാനം ആൾക്കാരെ സംശയമായിട്ട് തീർന്നിട്ടും ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു 5 നില ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ തെക്കേ വടക്ക് മൂലയിൽ നിൽക്കുന്ന കിണറിൻ്റെ വക്കത്താണ്. നമ്മളെ കളിയും കിണറ്റിൻ്റെ ഉള്ളിലാണ്. പിന്നെ കിണറിൻ്റെ കളികൾ കാണണമെങ്കിൽ മലപ്പുറത്തേക്ക് തന്നെ വരണം. ഈ കിണറിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു 10-15 പടവ നല്ലപോലെ കാണുള്ളൂ. അതിൻ്റെ അടിയിക്കും പടവുണ്ട്. അതൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കുകയാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല വെള്ളമുള്ള കിണറാണ്. അപ്പോൾ ഈ വെള്ളത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ക്ലൈൻറ്റ് എന്താക്കി ചണ്ടി ചപ്പറ് മുട്ട് നായി പൂച്ചൊക്കെ വികാതൊക്കാൻ നല്ല കുട്ടപ്പന അളമാറ കെട്ടി പണിക്കാർ ഡബിൾ കോട്ട് ഗ്രൗട്ട് കൊടുത്ത് തേച്ച് പോയതാണ്. എന്നാലും ഈ കിണറിൻ്റെ ഉള്ളിൽ നോക്കുമ്പം ഒരു വൃത്തികേടുണ്ട്. അതെന്താണെന്ന് അറിയാം. അങ്ങോട്ടൊക്കെയാ ഒരു പൊത്താണ് കാണുന്നത്, ഒരു ഗുഹ. അത് ഈ പണിക്കാർക്ക് ഈ അളമാറ കെട്ടുന്ന സമയത്ത് തന്നെ കെട്ടി തീർക്കാൻ മാത്രമുള്ള ഒരു പേടിച്ചിട്ട് അത് കെട്ടാതെ പോയി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷെഡ് ഇടാതെ തുണിയെടുത്ത അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അത് കെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇത് കാണുന്ന നിങ്ങൾക്ക് തരുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കണ്ടമാനം വീട്ടിൽ ഈ മണ്ണുള്ള ഏരിയ കിണറിൻ്റെ അടിയിൽ കെട്ടി കൊണ്ടുവന്നിട്ട് നല്ല ഉറപ്പുള്ള മണ്ണ് വരെ കെട്ടി തൂർത്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ആ കെട്ടിയതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഒരു മാളം പോലെ ഇടിഞ്ഞ് വീണുണ്ടാവും. ചിലപ്പോൾ ഒരു 10-15 കല്ലോ അതിൽ കുത്തി കയറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ആ മാളം അടിക്കാൻ പറ്റും. പല പണിക്കാരും പറയും അത് റിസ്ക്കാണ്, താഴത്ത് പ്ലാറ്റ്ഫോം കെട്ടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കണഗുണം വർത്താനം പറഞ്ഞിട്ട് പല ആൾക്കാരും പല ഏരുന്ന അങ്ങനത്തെ പൊത്തുകൾ അടിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് അത് സിമ്പിളാക്കിയിട്ട് എകരം കെട്ടാതെ അടിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ വീഡിയോ കൂടെ കാണിച്ചു തരുന്നത്. സമയം നോക്കിയാണ്. പിന്നെ അത് മാത്രമല്ല പുതിയ കുപ്പായത്തിലാണ്, പുതിയ ഫാൻ്റാണ്. അതൊക്കെ ധൈര്യം തരാണ്. എല്ലാ പണിക്കും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. കല്യാണത്തിന് പോകണമെങ്കിൽ അവിടുന്ന് വന്നിട്ട് പെടുത്തി തരും. എന്താ പണി നിശ്ചണ്ടായാൽ മാത്രം മതി. 13:02 1 മിനിറ്റുള്ളൂ. ഞാൻ നോക്കല്ലേ സെറ്റ്. കിണറിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാനുള്ള നമ്മളെ ഇരിപ്പലകാണ് ഈ കാണുന്നത്. സംഭവം എന്താണെന്ന് പറയുന്നത്, ഇത് ഓലക്കുറ്റി ഉറപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കിണറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കല്ലൊക്കെ വാങ്ങാനുള്ളതല്ലേ. അപ്പോൾ ഇതിൽ നമുക്കൊരു വിശ്വാസം പോരാ. അപ്പോൾ ആ സ്ഥിതിക്ക് സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു കമ്പി കഷ്ണം പാടെ കൂട്ടി കെട്ടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഇരിക്കണ ഈ പലകമ്മലായിരിക്കും നമ്മളെ ദമ്മ് മൊത്തം വരുന്നത്. അപ്പോൾ ഇരിപ്പലക സ്ട്രെങ്ത് ആയിക്കോട്ടെ, അതിന് 2-3 വടി ഒപ്പരം കെട്ടിക്കോളി. നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് തോന്നണം അത് ഉറപ്പായി എന്നുള്ളത്. പിന്നെ അടുത്ത കാര്യം, കയറ് സിംഗിൾ ഇടാൻ പാടില്ല, ഡബിൾ പക്ക വേണം. കെട്ടുന്നുമ്പാടെ കാണിച്ചു തരാം. സേഫ്റ്റി അവനാൻ്റെ സേഫ്റ്റി അവനാ നോക്കുക. നേരതാ കയറ് വെച്ചു, ഡബിൾ കെട്ടുണ്ടായിക്കോട്ടെ കേട്ടോ. കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കയറിൻ്റെ എൻഡ് കുറച്ചങ്ങോട്ട് താഴത്തേക്ക് തൂങ്ങി നോട്ടെ. മറ്റെന്താ പറയുക, ഈ എൻ്റെ വക്കത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കീഞ്ഞ് പോകണത് നമ്മളറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് കറക്റ്റാക്കി ചവിട്ടി പിടിച്ച് ഫുൾ സെറ്റാക്കിയിട്ട് പിന്നെ ലോഡ് വന്ന ഉഷാറായി ഇങ്ങനെ തൂക്കി വെക്കുക. ഓക്കെ അല്ലേ, റെഡി. ഇനി കിണറ്റിക്ക് അറക്കുകയാണ്. അപ്പോൾ ഇത് കെട്ടാനുള്ള ഏരിയ ഉണ്ടല്ലോ, കെട്ടാനുള്ള ഏരിയൻ്റെ അവിടുന്ന് ചെറുങ്ങനെതാ ഒരടി താന്നാൽ മതി. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ട് നമ്മൾ പുല്ലരിക്കണ മാതിരി തന്നെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കെട്ടാനുള്ള ഏരിയ കണ്ടമാനം താഴത്തൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ കല്ലറക്കാനുള്ള വകുപ്പ് ഇലക്ട്രിക് പിഞ്ചോ ഉരുളൊന്നും ആവശ്യമില്ല. ഇവിടെ ഞങ്ങളിതാ ഒരു ATMൻ്റെ കമ്പി സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒടിച്ച് വളച്ച് ഈ ലെവലിലാക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു U ടൈപ്പാണ്. ഒരു സ്ഥലത്ത് ഇവിടെ കയറും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നല്ല താഴത്ത് കറക്കാണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കയറ് മാത്രം ലെങ്ത്ത് കൂട്ടിയാൽ മതി. ഇതിങ്ങനെ നിലത്ത് വെക്കുക. നിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, വിള്ളലുള്ള കല്ലൊന്നും എടുക്കരുത് കേട്ടോ. കാരണം ഇറക്കും വേണ്ടി പൊട്ടി പോകും. അല്ലെങ്കിൽ പിന്നെ ചാക്കിൽ ഇറക്കേണ്ടി വരും. ചാക്കും സേഫ്റ്റിയാണ്. ഇതിപ്പോൾ കുറച്ചല്ലേ ഇട്ടാനുള്ളൂ. ഇങ്ങനെ ആയിട്ട് വെച്ചിട്ട് ഈ കുളത്ത് ഇങ്ങനെ ആയിട്ട് പിടിക്കുക. എന്നിട്ട് ഈ കയർ ഇങ്ങനെ എടുത്തിട്ട് ഇത് കൂടെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നല്ല ടൈറ്റാക്കുക. ടൈറ്റാക്കിയിട്ട് തൂക്കി നോക്കുക. തൂക്കി നോക്കി സെറ്റാക്കിയിട്ട് മാത്രമേ ഇറക്കി തരാൻ പാടുള്ളൂ. ഒരു അപകടം ഉണ്ടാവരുത്. കുമ്മാൻ സെറ്റല്ലേ, കല്ല് സെറ്റല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഹൈ ലെവൽ കരാറാട്ടോ. ക്ലൈൻറ്റ് വേറെ ലെവലാ. മൂപ്പരെന്താ പറഞ്ഞറിയോ, പറഞ്ഞ ഒരു സംഖ്യ ഉണ്ട്. പോരാത്തതിന് പോകുമ്പോൾ ബിരിയാണിക്ക് എന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരെ എന്താ ചെയ്യുക, ഡബിൾ കയർമൽ കാലിങ്ങനെ വെച്ചുകാണ്ട് ഇവിടെ ഇരിക്കുക. ഇനി കുമ്മായം കൊണ്ടാ ആർക്കാർക്കേ വേഗം തരണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതോടെ കെട്ടിച്ചാളേ, ഈ ഭാഗത്ത് കിട്ടി. ഓക്കെ, ഏതാ നോക്കിയ അഭ്യാസമല്ല ഇതൊന്നും, നമ്മളെ കോൺഫിഡൻസ് എക്സ്പീരിയൻസ് ആണ്. ഇത് ഈ കുണ്ടിൽ വെക്കുക. എന്നാൽ കല്ല് കറക്റ്റ് നിൽക്കും. മനസ്സിലായോ? ഇവിടെ പൊട്ടാണ്. ഓക്കെ, റെഡി. ഇനി കല്ലെടുത്ത കല്ലാർക്ക് ഒരു 8-9 കല്ലുണ്ടാവുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ. നേരെ വെറ്റ ആ കല്ല് കുത്തനാണ്ട് വെച്ചുകാണ്ട് സംഭവം ഊരും. വെറ്റ അയ്യോ, ഒരു പേടിയും പഠിക്കണ്ട. ഞാൻ എങ്ങനെ ഒഴിഞ്ഞു മാറും. ഞാൻ ഇതിൻ്റെ കാട്ടൊക്കെ ചെറിയ ഓട്ട വരെ ഇടിഞ്ഞ വീട്ടുകാരെ വിളിക്കുന്നുണ്ട്. ആളെ കിട്ടാനില്ല പറഞ്ഞിട്ട്. അടക്കട്ടെ. ഓക്കെ, ഒന്ന് ആര്യൊക്കെ 2-3 കല്ലിനെ പൊട്ടുമ്പോൾ ചെറിയ പീസൊക്കെ ഇട്ട് ടൈറ്റ് ആക്കണ്ട കേട്ടോ. ഓക്കെ, ഈ വസ്തു വെച്ച കല്ല് നിൽക്കുന്ന സ്ഥലം വലിയ ഗുണമില്ല. അടിയിൽ പാറയാണ്, പക്ഷെ പാറ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് ആയതുകൊണ്ട് കല്ല് നിൽക്കണില്ല. ഇനി അപ്പോൾ കല്ല് മുട്ടി എടുത്തുകാണ്ട് ഇതിൻ്റെ അടിയിൽ ദമ്മിൽ തിരികെ വെച്ചാണ്. ഇപ്പോൾ സംഭവം നിൽക്കുന്നുണ്ട്, പക്ഷെ ടൈറ്റ് ആയിട്ടില്ല. ഈ സൈഡ് നോക്കിയാൽ ഈ പാറമ്പിൽ ഒരു കല്ലിൻ്റെ പീസ് വെച്ച് ടൈറ്റ് ആക്കിയാണ്. ഇവിടെ റെഡിയായി.
ഇനി ഇതേപോലത്തെ ചെറിയൊരു ക്രോസ് ഉള്ള പീസ് ഇവിടെയും വെച്ച് ടൈറ്റ് ആക്കണം. ഇനി ടൈറ്റ് ആക്കിയിട്ട് മാത്രമേ സിമെന്റ് അടിക്കാൻ പാടുള്ളൂ. കാരണം ഇതുമേലാണ് ഇനി ബാക്കിയുള്ള വെയിറ്റ് ഒക്കെ വരുന്നത്. പിന്നെ രണ്ടിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്ന സ്ഥിതിക്ക് ഇത് ഒരിക്കലും പോരില്ല. സെറ്റല്ലേ? അപ്പൊ ഞാൻ എന്താ വണ്ടി എന്നറിയോ, ഒരു വക്കറ്റിൽ കുറച്ച് കല്ലിന്റെ പൊട്ട് പീസുകളും അതേപോലെ ഇവിടേക്കുള്ള ഒരു പീസ് വന്നാൽ ഫൗണ്ടേഷൻ സെറ്റ്. ഇത്ര റിസ്ക് ഉണ്ടാവില്ല ചില വീട്ടിലൊന്നും. ഉണ്ടാവില്ലല്ലോ. കെട്ടിയതിന്റെ മുകളിൽ 4 കല്ല് കുത്തി തീരി വെക്കാനേ ഉണ്ടാവുള്ളൂ. എത്രയും പൈസ തരാം മക്കളെ, നിങ്ങളൊന്ന് വരുമോ വെച്ച് നമുക്ക് ലോങ് ആകുമ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥ പല വീട്ടിലുണ്ടാവലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള പണിക്കാർ ഇത് കണ്ടോളി. കിണറ്റിൽ ഇറങ്ങാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെക്കാറ്റേ. അത്രേ നമുക്ക് പറയാനുള്ളൂ. ക്ലൈന്റിന് കൊടുത്ത ഓർഡർ എന്താ? പണിയായിരിക്കണം. ഈ കല്ലോട് കൂടിയിട്ട് ഈ പടവിന്റെ ലെവലായി. ഇനി അടുത്ത കല്ല് ഓഫ്സെറ്റ് ആണ്. അപ്പൊ ഉറപ്പിങ്ങനെ കൂടി വരല്ലേ. കല്ലിന്റെ പൊട്ടല്ലേ? കല്ലിന്റെ പൊട്ട് അയ്യോ വെല്ല നാർച്ചെടുക്കോ ഇത് എന്തിനാന്നറിയോ? ആ സെറ്റ് ഈ കല്ലിന്റെ ബാക്കില് ചെറിയൊരു പൊത്തുണ്ട്. ആ പൊത്തിലുമ്പാടെ ഈ കല്ലിന്റെ പൊട്ടിട്ട് നിറച്ചുകാണ്ട് നമ്മളെ കോൺക്രീറ്റ് പോലത്തെ സിമെന്റ് നിറച്ചു കഴിഞ്ഞാല് പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ചെയ്ത മാതിരി എന്തേ കള്ളത്തരമുള്ള ഒരു പണി കേട്ടോ. ഫുള്ള് ആൾക്കാരെ കണ്ടോട്ടെ. നമ്മളെ ഫാനിന്റെ മുപ്പായ നാസായിക്കോട്ടെ, ബിരിയാണി ഹോട്ടലിൽ കഴിഞ്ഞോട്ടെ, നേരെ വേയിക്കോട്ടെ, എന്തേ എടുക്കുന്ന പണി മെച്ചൂരിറ്റി നല്ല പക്വതയിൽ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ സെറ്റ് ഞമ്മക്കിപ്പോ ഇത് വേണമെന്നില്ല, ഇത് ഒന്നിച്ചാട് കേട്ടോ. അവിടെ സിമെന്റ് വരത്താം. ഓക്കെ, പരത്തിന് കണ്ടോളി ഏതാ സാധനം എന്നൊക്കെയാണ്. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാല് അട്ടോടുത്ത് കെടുക്കും. 4 എന്ന് പറഞ്ഞാല് ഒരു കോൺക്രീറ്റ് തന്നെയാണത്. പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, പൊട്ട ഇത്രയൊക്കെ ചെറിയ കല്ലിന്റെ പൊട്ടി പീസ് ഇട്ട് നടക്കുന്നതിന് പകരം അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്താൽ പോലെ പ്ലൈവുഡ് ഷീറ്റ് അടിച്ചുകൊണ്ട് പിന്നെ കൊണ്ടുപോയാൽ പോരാന്നുള്ളത്. അത് നമുക്കറിയാം. ചെയ്യാത്ത എന്താ വെച്ചാല് ഈ സൈറ്റിൽ ഇപ്പൊ ഇത് പാറമെന്നാണ് കെട്ടി കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല കെട്ടി 2 ഭാഗത്ത് ലോക്കൊക്കെ ഉണ്ട്. ഒടുക്കും പോലെ ഇത് ഇന്നലെ ഒടുക്കിയ പരിപാടിയല്ല. നേരെ മറിച്ച് മണ്ണുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ വാവിലെ കെട്ട് മൊത്തം ഇടിഞ്ഞു വീകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, മണ്ണ് ഉള്ളിൽ തുറന്നിട്ട് ഏറ്റമിന്റെ കമ്പി കെട്ടി പലടിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് ആ കോൺക്രീറ്റ് മണ്ണ് കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ വരാണ്ട് കൂടെ നിന്നാ മതി. ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എക്സ്ട്രാ കല്ലല്ലേ? പൊട്ട കല്ലെടുക്കല്ലേ? കല്ല് വരുന്നുണ്ട്. വാടാ കല്ലേ നീവാ, വാടാ കല്ലേ നീവാ. ക്ലൈന്റ് എന്തായാലും നാളെ നമുക്കൊരു പണിപ്പാടെ തരും. എന്തെന്നറിയോ, കിണറൊന്ന് ക്ലീൻ ആക്കി മച്ചാമാരേ എന്നുള്ളത്. ആ അവിടെ കേട്ടോ, ഒരു മൂല കുത്തുള്ളൂ. ഒരു മൂല കുത്തി കഴിഞ്ഞാൽ ഇവിടേക്കാണ് ഉറപ്പൊക്കെയാ. ആര്യ ഞാനുണ്ട്. എല്ലാം അടക്ക അയവാ. ഇനി എന്റെ ശ്രമങ്ങളൊക്കെയാ. ഈ പടവായിട്ടോ ഒതാർന്ന് പറഞ്ഞ നിർത്തണട്ടോ. നിങ്ങൾ ഏത് പൊട്ടുന്നാലും അത് വെച്ചുകാണ്ട് പണിയെടുക്കും. ഈ പീസ് എടുത്തുകാണ്ട് ഇതേ ലെവലില് പടവിന് കൂട്ടാൻ പറ്റാത്ത കോലത്തിൽ ഇതാ ഇത് ഇവിടെ തിരികി ഒരാ. ഇനി ഒരു ചിന്ന പീസ് ഇതിന്റെ ഇടയിൽ തിരികി, ഒരു ചിന്ന പീസ് അപ്പുറം തിരികാതെ ഇവിടെ തിരികേണ്ടൊക്കെയാ. റെഡി. പൊന്തിക്ക് കുറച്ച് മതി സെറ്റാക്കി ചുറ്റിട്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കേറി പോവാണ്. പിന്നെ ഈ പണിക്ക് എന്ത് ചെയ്യണം എന്നറിയോ, നമ്മളെ 2 കാലുണ്ടല്ലോ പടവുമാ തന്നെ നിൽക്കണം. മറ്റേത് ഈ 2 കാല് ഈ പടവിന്റെ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ലൊക്കെ വെയിറ്റ് താങ്ങാനില്ല. ഇങ്ങനെ നിൽക്കണം. എന്നാലും നമുക്ക് ഏത് കല്ലും ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ വെക്കാറ്റുള്ളൂ. ഇതിന്റെ മുകളിലാണ്ട് വെക്കുക. വെള്ളം കല്ലൊന്നും വെക്കാൻ പാടില്ല. കണ്ടോ, ഒന്നാവൂല. നമ്മളെ ധൈര്യമാണോ ഓന്റെ ധൈര്യം. നമ്മൾ ഉസാറായ ഓൻക്ക് ഉസാറാവും. കല്ലിന് ഇവിടെ ക്ഷാമല്ലേ? സംഭവം ടൈറ്റ്. ആ കല്ലുണ്ടല്ലോ നേരെ ഉള്ളിൽ ടൈറ്റ് ആക്കി കേട്ടോ. ഇനി അതേപോലെ തന്നെ ഒരു കല്ല് ഇവിടെയും ടൈറ്റ് ആക്കും. എന്തേ 2 സൈഡും ടൈറ്റ് ആക്കിയിട്ടാ പണി. 8 ഇഞ്ചുള്ള 6 ഇഞ്ചാക്ക. നേരെ വെറ്റ. ഇത് പഴയ കല്ലാണല്ലോ. ആര്യ റെഡിയാ? ലാസ്റ്റ് നല്ല സൂപ്പർ മുറിക്കല്ലാണല്ലേ ഇത്. അവിടെ കയറ്റിയ കറ്റില്ല. തുടമ്പിൽ ഇറക്കിയിട്ട് ഇവിടെ നല്ല കയറ്റേണ്ടി വരും. മനസ്സിലായോ?
ഇത് കഴിഞ്ഞ പാടത്തിനൊന്നായിരിക്കാം കുറച്ച് പൊട്ടിയാലോ നോട്ടോ കേട്ടോ ചിന്ന പീസുകള് ആ വലിച്ചോ പോട്ടെ പൊന്തിക്കാട്ടോ കേറോ ഓ ഇന്തോടോ ഏതാ കേരളാന്ന് വിചാരിച്ച് സംഭവം നേക്കായി എന്താ കുഴപ്പമെന്ന് അറിയാം ഈ കാണുന്ന പടവ് ക്രോസ് ആയിട്ടാ പോണത് അപ്പൊ വീണ്ടും ഇവിടെ സ്റ്റെപ്പ് വരും അത് കുഴപ്പമില്ലേ സ്റ്റെപ്പ് സെറ്റാക്കാം ചിന്ന പീസ് വരുന്നുണ്ട് ഇവിടെ ഫുള്ള് കഴിയണേ ഞാൻ കയറിയാലോ സെറ്റാക്കല്ലേ സൂപ്പറായി ക്യാൻറ്റീൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ക്ലൈൻറ്റിൻ്റെ ഫോൺ വന്നിട്ടുണ്ട് ഇങ്ങനെ വേണം ക്ലൈൻറ്റ് ആള് വേറെ ലെവല് നേക്കുള്ള ക്ലൈൻറ്റ് കേട്ടോ ഫോൺ എടുത്തു ലൗഡാക്കി ഹലോ ആചാരേ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാക്കിയില്ലേ വന്ന് കണ്ടോലൊക്കെ എന്താ പറഞ്ഞറിയോ സമ്മതിച്ചിട്ടോന്ന് പറഞ്ഞു എങ്ങനെ ചെയ്തറിയോ അടി കോൺക്രീറ്റ് ഒന്നും എഴുതിയില്ലേ പാറല്ലേനോ ആ കെട്ടിനുള്ളിൽ കല്ല് മുറിക്കിച്ച് നാലുകൊന്നിൻ്റെ കുമ്മാൻ തിരികെ കുത്തി കയറ്റി അതേ പടവാക്കി മാറ്റി ഓഫ്സെറ്റൊക്കെ സെറ്റാക്കി അതേ ലെവലാണ് ചേർത്തിന് ഇപ്പം ആർക്കും മനസ്സിലാവില്ല ഇത് ഇപ്പം പഠിത്താന്നുള്ളത് നേക്കാം പിന്നെ ഒരു കാര്യം പാടുണ്ട് ഇത്രത്തോളമൊക്കെ പൈസ ചിലവാക്കിയ സ്ഥിതിക്ക് ഇതിൻ്റെ പഴയ പടവ് കുറച്ച് മുകളിൽ ബാക്കിയുണ്ട് പുതിയത് ബാക്കി ഹൈറ്റ് വ്യത്യാസമുണ്ട് കിട്ടൊക്കെ അങ്ങനെയൊക്കെ പല കുളത്തിലിരിക്കല്ലേ ഒരൊറ്റ ദിവസത്തെ പണി ഞങ്ങൾ എടുപ്പിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ 4 പടവ് സൂപ്പറാക്കി തേച്ചരാം എന്നാൽ വർക്ക് വേറെ ലെവലാവും താല്പര്യം ഉണ്ടോ ഞങ്ങൾക്ക് എന്നാ ചേട്ടാ നാളെ ചേട്ടാ ഓക്കെ സെറ്റ് പിന്നെ പൈസ ഗൂഗിൾ പേ ആണോ വീട്ടിൽ കയറണോ എന്നാ ആയിക്കോട്ടെ ഇപ്പം അങ്ങോട്ട് വരാം സെറ്റ് ഒന്നും നോക്കാല്ല ഇത് കയറണേ ചാക്ക് വെള്ളം വെച്ചോളൂ സമാവർ ഓണാക്കി കളി ഓക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം വർക്ക് നോക്കിയണി അപ്പോൾ ഇതേപോലെ എവിടെങ്കിലൊക്കെ 8ഉം 10ഉം ഓട്ടൊക്കെ ഇടിഞ്ഞ് വീണിക്കണമെങ്കിൽ എകരം കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ കല്ല് കുത്തി തീരി വെക്കാനൊക്കെ പറ്റും എല്ലാത്തിനും ഞങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തുടർന്ന് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഒന്നും നോക്കാനില്ല അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് വൈൻഡപ്പ് ഇവിടുത്തെ തേപ്പ് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ